എവിടൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടൊക്കെയാണ് രൂപാന്തരം വരുത്തേണ്ടത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ്. ഇവിടെ ക്രോധകലശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ദൈവമക്കളെ ബാധിക്കുന്നൊരു വിഷയമല്ല എങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഉണർത്തുന്ന, നമ്മളിൽ വലിയ രൂപാന്തരത്തെ വരുത്തുന്ന, നമ്മൾ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു അധ്യായം കൂടിയാണ്. കാരണം ഒരു ഭയം നമ്മുടെ ജീവിതത്തിനകത്ത് ഉളവാക്കുന്ന ഒരു ഭാഗമാണ് ഈ 16-ാം അധ്യായം എന്ന് പറയുന്നത്. ഇവിടെ 7 ക്രോധകലശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇത്രയും ഭാഗങ്ങൾ എടുത്തു പറഞ്ഞതിനേക്കാൾ ഒറ്റ വാക്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരു ഭാഗം ഞാൻ അതിന് മുൻപായി വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം തന്നെ 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു: ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ടു ഓടിപ്പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് നമുക്കൊരു പേടിയാണ്. മരണത്തെക്കുറിച്ചുള്ള പേടിയുണ്ട്. പക്ഷേ അടുത്ത കാലം തുറക്കുന്നത് മരണത്തെ കൊതിക്കുന്നൊരു കാലഘട്ടം. കാരണം എന്തുകൊണ്ട് അങ്ങനെ മരണത്തെ കൊതിക്കുന്നു? കാരണം മറ്റൊന്നുമല്ല, അവർ ഇന്ന് കടന്നു പോകുന്ന ജീവിതം മടുത്തുകൊണ്ട് അവർക്ക് മുൻപിൽ ഒരേ ഒരു വഴിയുള്ളൂ രക്ഷപ്പെടാൻ. എന്താണ്? മരണമെന്ന വഴി. അങ്ങനെ ഒരു കാലത്തിലേക്ക് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കാലം വരാൻ പോകുന്നു, അങ്ങനെ ഒരു അന്ത്യകാലം വരാൻ പോകുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു. ഇനിയും ഈ 16-ാം അധ്യായം, നമ്മുടെ ചിന്താവിഷയമായ 16-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ക്രോധകലശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ 7 ക്രോധകലശത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഓടിച്ച് ചില ഭാഗങ്ങളൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു എന്ന് അവിടെ കാണുന്നു. ആ സമയം സംഭവിക്കുന്നത് ദുർവ്രണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്ത് കാണുന്നുണ്ട് വെള്ളം രക്തമായി തീരുന്ന ഒരു കാഴ്ച അവിടെ കാണാനായിട്ട് കഴിയുന്നു. പിന്നീട് കാണുന്നത് ഈ സൂര്യൻ്റെ, നമ്മൾ ഇന്ന് കാണുന്നത് പോലല്ല, അതിനേക്കാൾ കഠിനമായ ഒരു ചൂട്, മനുഷ്യരെ ദഹിപ്പിക്കുന്ന രീതിയിലുള്ളതായ ഒരു ചൂട് വെളിപ്പെടുന്നതായിട്ട് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ രാജ്യം ഇരുണ്ടുപോയി എന്നൊരു ഭാഗം അവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇനി അടുത്ത് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ കാണുന്നത് ഇപ്രകാരമാണ്. അതായത് വെള്ളം വറ്റിപ്പോകുന്ന ഒരു കാഴ്ച അവിടെ കാണാനായിട്ട്, വെള്ളം വറ്റിപ്പോകുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനമായി കാണുന്നത് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു എന്ന് കാണുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ കോവിഡ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പല സുനാമികളുടെ വാർത്ത നമ്മൾ കേട്ടതാണ്. അതുപോലെ പല വാർത്തകൾ നമ്മൾ കേട്ടു, വലിയ ഭൂകമ്പങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ടായി നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇതെല്ലാം ഭയങ്കര സംഭവമായി നമ്മൾ കാണുമ്പോൾ തന്നെ അതിനേക്കാൾ അപ്പുറമായിട്ട്, നമ്മൾ ഇതുവരെ കണ്ടതല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള ബാധകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വെളിപ്പെടുമ്പോൾ അത് ദൈവജനം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവരെ ഇത് ബാധിക്കുന്നില്ല. പക്ഷേ ഇന്ന് വചനം ഈ ഭാഗത്തിലൂടെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഇങ്ങനൊരു കാലം വരാൻ പോകുന്നു, മാനസാന്തരപ്പെടുക, ഇങ്ങനെയുള്ള കാലം വരാൻ പോകുന്നു, ഒരുങ്ങുക എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശത്തിൽ കൂടുതലൊന്നും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നാം ആദ്യം കേട്ടതുപോലെ നമ്മൾ മരണത്തെ കൊതിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. ആ കാലത്തിന് മുൻപാകെ, ആ കാലം വരുന്നതിന് മുൻപ് തന്നെ ഈ ദിവസങ്ങൾ ഒരുങ്ങേണ്ട കാലഘട്ടമാണ്. ഇന്നൊരു ദിവസം നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് ആ കർത്താവിൻ്റെ സന്നിധിയിൽ എവിടൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടൊക്കെയാണ് രൂപാന്തരം വരുത്തേണ്ടത്, അത് മറ്റുള്ളവർക്കല്ല അറിയുന്നത്, നമുക്ക് തന്നെയാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ മാറ്റങ്ങൾ വരുത്തി കർത്താവിനോട് പറ്റിച്ചേരുന്നവരായി ഈ ദിവസങ്ങൾ മുന്നേറുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അപ്രകാരം ഒരു പുതിയൊരു ചുവടെടുത്തു വെക്കാം. ഈ ദിവസങ്ങളിൽ ഈ ഓരോ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയമാണ്. കാരണം ഇങ്ങനൊരു കാലം വരാൻ പോകുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തല്ലോ. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ചിന്തയിൽ നിന്നിരുന്നു കൊള്ളുന്നു. എല്ലാവരും ദൈവം ധാരാളം അനുഭവിക്കുമാറാകട്ടെ.